ഇപ്പോൾ നിങ്ങൾ എഴുതിക്കോ. നമ്മൾ തോംസൺ മോഡൽ ഓഫ് ആറ്റം ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, ആറ്റോമിക് മോഡലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് തോംസൺ മോഡൽ ഓഫ് ആറ്റമാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നെക്സ്റ്റ് പഠിക്കാനുള്ളത് റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റമാണ്. എഴുതിക്കോ, റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. റുദർഫോർഡ് ശരിക്കും നമുക്കറിയാവുന്ന, അതായത് നമ്മൾ 10 വരെ പഠിച്ച ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി ഡിഫൈൻ ചെയ്ത ആളാണ് റുദർഫോർഡ്. നമ്മളെന്താ പഠിച്ചത്? നടുക്കൊരു ന്യൂക്ലിയസും ചുറ്റിനും ഷെൽസ് ഉണ്ട്, ആ ഷെൽസിൽ ഇലക്ട്രോൺസ് കറങ്ങി നടക്കുന്നു എന്നുള്ള സ്ട്രക്ചറാണ് നമ്മൾ 10 പഠിച്ചത് അല്ലേ? ആ സ്ട്രക്ചർ നൽകിയ ആളുടെ പേരാണ് റുദർഫോർഡ്. ആ സ്ട്രക്ചർ ആദ്യമായിട്ട് നൽകിയ ആളുടെ പേരാണ് റുദർഫോർഡ്. അപ്പോൾ അദ്ദേഹം അത് നടത്തിയത് ഒരു ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് അദ്ദേഹം നമുക്കത് കാട്ടിത്തന്നത്. അപ്പം ആ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് നമുക്കിവിടെ ജെ തോംസൺ പറഞ്ഞത്. എന്താ ജെ തോംസൺ പറഞ്ഞത്? അതായത് നിറഞ്ഞിരിക്കുകയെന്നാണ് പറഞ്ഞത്. അതായത് ഒരു വാട്ടർ മെലോൺ ഇരിക്കുന്ന പോലെ, അതിൻ്റെ മാസ് ഫുൾ അതിനകത്ത് ഇങ്ങനെ ശരിക്കും വാട്ടർ മെലോൺ ഇരിക്കുന്ന പോലെ ആ റെഡ് പോർഷനിൽ ഫുള്ള് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്, ഇലക്ട്രോൺസ് അവിടെ എംബഡ് ചെയ്തിരിക്കുകയെന്നാണ്. അതിനർത്ഥം ഈ ആ വാട്ടർ മെലോണിനകത്തൂടെ ഒരു ലൈറ്റിനെ കടത്തി വിട്ടാൽ ലൈറ്റ് കയറി പോകും അതിനകത്തൂടെ? ഇല്ല. മനസ്സിലായോ? പക്ഷേ ശരിക്കും ആറ്റത്തിനകത്തൂടെ ഒരു ആൽഫ പാർട്ടിക്കിൾ ഒരു ആൽഫ റേ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആറ്റത്തിനകത്തൂടെ കയറിപ്പോകും കുറേയൊക്കെ. അപ്പം അത് ഈ റുദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അറ്റോമിക് മോഡൽ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എഴുതിക്കോളൂ. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. റുദർഫോർഡ് പ്രപ്പോസ്ഡ് an atom. Rutherford proposed an atom model based on his alpha scattering experiment. Alpha എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതുന്നത്. ആൽഫ വേർഡിങ്ങിൽ എഴുതണ്ട, തന്നെ ഇങ്ങനെ ആൽഫയുടെ സിമ്പിൾ ഇങ്ങനെ, ആൽഫ പാർട്ടിക്കിളിൻ്റെ സിമ്പിൾ ഇങ്ങനെ. ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അടുത്തോട്ട് ഹി ബൊമ്പാർഡഡ് മീൻസ് ഇടിപ്പിക്കുക എന്നാണ്. കൂട്ടി ഇടിപ്പിക്കുക, അതാണ് ബൊമ്പാർഡഡ്. ഹി ബൊമ്പാർഡഡ് അത് തന്നെ പഠിക്കണം. ബൊമ്പാർഡ് വേറെ ഭാഗത്തൊന്നും കൂട്ടിയിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അത് ഓർത്ത് വെക്കണം. അത് കുഴപ്പമില്ല. അതും ഇനിയിപ്പോൾ കുറേ അടുത്ത് ബൊമ്പാർഡ് പഠിക്കാനുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോളും. ഹി ബൊമ്പാർഡഡ് എ വെരി തിൻ ഗോൾഡ് ഫോയിൽ. അതിൻ്റെ തിക്നെസ് അവർ പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10⁻⁻7 മീറ്റർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10⁻⁻7 മീറ്റർ തിക്നെസ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10⁻⁻7 എന്ന് പറയുമ്പോൾ 1/10⁻7. 1/10⁻7 എന്ന് പറയുമ്പോൾ 1/1, 2, 3, 4, 5, 6, 7. അങ്ങനെ പറയുമ്പോൾ 0.1, 2, 3, 4, 5, 6, 7 അല്ല 7 വരുമ്പോൾ തന്നെ ഇവിടെ ഇത്രയും മീറ്റർ തിക്നെസ്സേ ഉള്ളൂ. 1 മീറ്റർ അറിയാം എത്ര തിക്നെസ്സാണ്. 0.1 മീറ്ററും അറിയാം എത്ര തിക്നെസ്സാണ്. 0.0000000 1 അത്രയും തിക്നെസ്സിലുള്ള ഒരു ആൽഫ ഒരു ഗോൾഡ് ഫോയിലാണ് പുള്ളി ഇതിന് വേണ്ടി എടുത്തത്. അത്രയ്ക്ക് വളരെ തിന്നായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അതിലോട്ടാണ് ആൽഫ പാർട്ടിക്കിളിനെ കൊണ്ട് ബൊമ്പാർഡ് ചെയ്യിപ്പിച്ചത്. ഓക്കെ. അപ്പോൾ ഈ ബൊമ്പാർഡഡ് എ വെരി തിൻ ഗോൾഡ് ഫോയിൽ വിത്ത് ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾ. അതിൻ്റെ എക്സ്പെരിമെൻ്റ് എന്താ ചെയ്തതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്നൊരു സബ് ഹെഡിങ് കൊടുക്കണം. എക്സ്പെരിമെൻറ്റ്. എ സ്ട്രീം ഓഫ് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. എ സ്ട്രീം ഓഫ് ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾ ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾ
ഫ്രം എ റേഡിയോ ആക്റ്റീവ് സോഴ്സ്, ഫ്രം എ റേഡിയോ ആക്റ്റീവ് സോഴ്സ് was directed at a thin gold foil. അതായത് എന്ത് ചെയ്തു, അദ്ദേഹം ഒരു ആൽഫ പാർട്ടിക്കിളിനെ തിൻ ഗോൾഡ് ഫോയിലോട്ട് ഡയറക്റ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു റേ ആണ് കേട്ടോ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് റേ ആണ് ആൽഫ പാർട്ടിക്കിൾ, റേഡിയേഷൻ ആണ്. അപ്പോൾ ആ റേഡിയേഷൻ ഉണ്ടാകുന്നത് റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്നാണ് ആ റേഡിയേഷനെ ഉണ്ടാക്കിയെടുത്തത്. അതിനെ നേരെ കൊണ്ട്, അതായത് നിങ്ങളൊരു ടോർച്ച് എടുത്തിട്ട് ഒരു ഷീറ്റിലോട്ട് അടിക്കുന്ന പോലെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് പുള്ളി ചെയ്തതെന്ന് ഓർത്താണ്. ഓക്കെ ആണല്ലോ. ഇനിയും അടുത്ത ഡോട്ടായിട്ട് എഴുതിക്കോ. The thin gold foil had a circular zinc sulfide screen, fluorescent zinc sulfide screen around it. At the dot, whenever alpha particle struck whenever alpha particle struck the gold foil, struck the zinc sulfide screen, ZNS screen, tiny flash of light is observed. നമുക്കറിയാം ഫ്ലൂറസെൻ്റ് സിങ്ക് സൾഫൈഡ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, കൊതുകിനെ അടിക്കുന്ന പോലെ നമ്മൾ മറ്റേ ആനോഡിനെയും കാഥോഡിനെയും പുറകെ കോട്ട് ചെയ്ത സാധനമാണ് ഇത്. അപ്പോൾ നമ്മൾ അതേ വന്ന് ഏത് ചാർജ് പാർട്ടിക്കിൾ വന്ന് ഇടിച്ചാലും അവിടെ എന്തുണ്ടാവും, ഒരു ഗ്ലോ ആവും. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെയാണ് ഇതും. എന്ത് തന്നെ, ആൽഫ പാർട്ടിക്കിൾ ഒരു ചാർജ് പാർട്ടിക്കിളാണ്. അതുകൊണ്ട് അതേ ചെന്ന് ഇടിച്ചാൽ എന്ത് സംഭവിക്കും, അവിടെ ഗ്ലോ ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ആ ഗ്ലോയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതെല്ലാം കണ്ടുപിടിച്ചതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റൽ പടം നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കാൻ നോക്കിയോ. അതായത് ഇവിടെ ഒരു ആൽഫ പാർട്ടിക്കിൾ വരുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്നൊരു സോഴ്സ് ഉണ്ടായിരുന്നു. ഈ സോഴ്സിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ തന്നെ ഇങ്ങനെ വന്നു. ഇവിടെ ഒരു ഗോൾഡിൻ്റെ തിൻ ഫോയിൽ തന്നെ ഇങ്ങനെ കടത്തി വെച്ചിരിക്കുകയാണ്. ഗോൾഡിൻ്റെ തിൻ ഫോയിലിൻ്റെ ഇടയ്ക്കൂടെ ഈ ആൽഫ പാർട്ടിക്കിളിനെ കടത്തി വിടുക. ഓക്കെ. ഇതിന് ചുറ്റിനും ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഇത് 3 ഡയമെൻഷണൽ പടമൊന്നുമല്ല കേട്ടോ. ഇതിന് ചുറ്റിനും ആ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ഹോൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം പുള്ളിക്ക് കാണാൻ പറ്റിയ എന്താണെന്നറിയോ, കുറേ ഗ്ലോ, ഒത്തിരി ഓൾമോസ്റ്റ് ഇതിനകത്ത് കുറേ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം മാത്രമേ വരച്ചിട്ടുള്ളൂ. കുറേ ആൽഫ റേസ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ചെറിയൊരു ഹോൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ആ ഹോളിനകത്തൂടെ കടന്നു പോവാം. അപ്പോൾ ഇതേ വന്നിടിച്ചപ്പോൾ ഇവിടെ കുറേ ഗ്ലോ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റി. ഇവിടെ കുറേ, അതായത് ഈ ആൽഫ റേസ് ഒത്തിരി പാർട്ടിക്കിൾസ് ഇവിടെ ഗ്ലോ ഉണ്ടാവണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യണം, ഈ ഗോൾഡ് ഫോയിലിനകത്തൂടെ കടന്നു പോകണം. എന്നാലല്ലേ പറ്റത്തുള്ളൂ. ശരിയല്ലേ അല്ലേ? അപ്പോൾ ഇവിടെ കുറച്ച് ഗ്ലോ ഉണ്ടായി. പിന്നെ അതേണ്ട ഈ ഭാഗത്ത് നോക്കി, ഈ ഭാഗത്ത് കുറച്ചും അതേപോലെ തന്നെ ഈ ഭാഗത്തും കുറച്ച് ഗ്ലോ ഉണ്ടായി. പിന്നെ വളരെ കുറച്ച് ഗ്ലോ മാത്രം ഈ ഭാഗത്തും ഉണ്ടായി, വളരെ കുറച്ച്. അപ്പം ഇതാണ് പുള്ളി കണ്ട ഒബ്സർവേഷൻ. എന്താ ഒബ്സർവേഷൻ കണ്ടത്? കുറേ ആൽഫ പാർട്ടിക്കിൾ അതുവഴി എന്ത് ചെയ്യുന്നു, അതുവഴി കടന്നു പോയിട്ട് പുറകിൽ പോയിട്ട് ഗ്ലോ ഉണ്ടാക്കി. കുറേ പാർട്ടിക്കിൾ ഇവിടെ വന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, ശരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ നിന്ന് വന്നിട്ട് ഈ ആൽഫ പാർട്ടിക്കിൾ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു, ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതിൻ്റെ
അടിസ്ഥാനത്തിലാണ് അവിടെ എന്തുണ്ടാക്കിയത്, അവിടെ ഗ്ലോ ഉണ്ടാക്കിയത്. പിന്നെ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രം ഇവിടെ പോയി തട്ടിയിട്ട് തിരിച്ചു വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, 180 ഓൾമോസ്റ്റ് 180 ഡിഗ്രിയിൽ തിരിച്ചു വരുന്നതുകൊണ്ടാണ് ഈ പാർട്ടിൽ അവിടെ ഗ്ലോ ഉണ്ടായി എന്നുള്ളത് കാര്യം മനസ്സിലായത്. ഓക്കെ, ഇത് ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. ഇത് റഫായിട്ട് ഒരു പടം വരച്ച് വെച്ചാൽ മതി, പടം ഒന്നും വരയ്ക്കാൻ ചോദിക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒബ്സർവേഷൻ, അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനാണ് എഴുതാൻ പോകുന്നത്. ഒബ്സർവേഷന് സബ്മിറ്റിംഗ് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ പറയുന്നത്, ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ചോദിച്ചോളൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആരോ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. സാർ, ആ പടം വരയ്ക്കണോ? ആ പടം ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ പടം ഗ്രൂപ്പിലോട്ട് ഇടാം, അതങ്ങ് വരച്ചാൽ മതി. 3 ഡയമെൻഷൻ അത് ആൽഫ റേ സോഴ്സ് ഒരു പടം വരയ്ക്കാൻ ഒരു സ്ഥലം വിട്ടിട്ട് ഞാൻ പടം ഗ്രൂപ്പിലോട്ട് ഇടാം. റഫായിട്ട് വരച്ചാൽ മതി, വലിയ ആഡംബരമൊന്നും വേണ്ട, പടമൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തൊന്നുമില്ല. ആ പടം ഞാൻ ഗ്രൂപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിന് സ്ഥലം ഇടുക, പടത്തിന് സ്ഥലം ഇട്ടിട്ട് ഒബ്സർവേഷൻ എഴുതിക്കോളൂ. ഒബ്സർവേഷൻ എന്തായിരുന്നു? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ അതുവഴി കടന്നുപോയി. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. ഒരു ഒബ്സർവേഷൻ അതായിരുന്നു. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്താണെന്ന് അറിയാമോ? എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്ട് by small angle. മൂന്നാമത്തേത് a very few alpha particles അതിൻ്റെ കണക്ക് പറയുന്നത് 1 in 2000, അതായത് 2000 ആൽഫ പാർട്ടിക്കിൾ പോയെങ്കിൽ ഒരെണ്ണം മാത്രം എന്ത് ചെയ്യുന്നു, ബൗൺസ്ഡ് back. That is they were deflected by nearly 180 degree. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതായത് ഇതിനകത്തുള്ള ആൽഫ റേ എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ആൽഫ റേ തന്നെ ഈ ഗോൾഡ് ഫോയിലിനകത്തൂടെ ഇതിനകത്ത് ഒരു 50,000 അല്ലെ പോട്ടെ 20,000 ആൽഫ റേ ഞാൻ ഇതുവഴി ഇങ്ങോട്ടേക്ക് വിട്ടെങ്കിൽ അതിനകത്തെ ഒരു 19,000 എണ്ണവും ദണ്ട് ഇതുവഴി കടന്നു പോകുമെന്ന് വിചാരിച്ചു, കടന്നു പോകും. ബാക്കി എത്രയും കൂടെ ഉണ്ട്? ബാക്കി 1000. ആ 1000-ൽ 999 എണ്ണം, ഒരു 450 എണ്ണം ഇവിടെയും ഒരു 459 എണ്ണം ദണ്ട് ഇവിടെയും വന്ന് പതിച്ചു. ബാക്കി എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ആ ഒരെണ്ണം ദണ്ട് ഇവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ചിങ്ങോട്ടേക്ക് ഇവിടോട്ട് തന്നെ, അതായത് ഇവിടെ വന്ന് തട്ടിയിട്ട് ഈ ഗോൾഡ് ഫോയിലെ തട്ടിയിട്ട് തിരിച്ച് 180 ഡിഗ്രി തന്നെ, ഓൾമോസ്റ്റ് 180 ഡിഗ്രി ഇങ്ങനെ വന്ന് തട്ടിയിട്ട് ഇങ്ങനെ തന്നെ വേണ്ട, ഇങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വന്ന് ഇവിടെ വന്ന് വേണ്ട, ഇവിടെ സ്പോട്ടുകളുണ്ടാകും. ഈ ഭാഗത്ത് സ്പോട്ടുകൾ കൃത്യം 180 അല്ല, ഓൾമോസ്റ്റ് 180 ഡിഗ്രിയിലാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കാരണം, ഇത് ഒബ്സർവേഷനാണ്, അതിൻ്റെ കാരണമാണ്, അതിൻ്റെ കൺക്ലൂഷനാണ് അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത് എഴുതിക്കോ കൺക്ലൂഷൻ. ചോദിച്ചത് കൺക്ലൂഷൻ പറഞ്ഞാൽ എന്താ പറയുക, എന്തുകൊണ്ടാണ് ഈ ആൽഫ പാർട്ടിക്കിൾ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ അതിനകത്തൂടെ കടന്നു പോകുന്നതിന് കാരണം എന്താണെന്നറിയോ? ആറ്റത്തിനകത്ത് ഫുള്ള് സ്പേസ് ഉള്ളതുകൊണ്ട്. മറ്റേ തണ്ണിമത്തം പോലെയാണ് ആ ആറ്റം ഇരുന്നെങ്കിൽ തണ്ണിമത്തത്തിനകത്തൂടെ ലൈറ്റ് കയറി അപ്പുറത്ത് ഇറങ്ങി പോകും. കാരണം തണ്ണിമത്തക്കകത്ത് നിറഞ്ഞായിരിക്കുന്നത് ഇല്ലേ, അതിനകത്തൂടെ ലൈറ്റ് കയറി അപ്പുറത്ത് പോകത്തില്ല. അപ്പം ആറ്റത്തിനകത്ത് സ്പേസ് ഉള്ളതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്,
അതിനകത്തൂടെ പോകുന്നത്. അപ്പം ആ ഒരു മോഡൽ പഴയ ജെ ജെ തോംസൻ്റെ മോഡൽ അല്ല എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി. ഓക്കെ, അപ്പം അതാണ് ഒന്നാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. സിൻസ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് passed through the foil without any deviation ഒന്നുമില്ലാതെ indicates that most of the space in atom is empty. Space in atom is empty. രണ്ട്, വളരെ കുറച്ച് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കാരണം നമുക്ക് നോക്കാം. എ ഫ്യൂ പോസിറ്റീവ് ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജ്ഡാണ്, അത് നോക്കണം. എ ഫ്യൂ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് were deflected by small angles because the positive charge of the atom is concentrated in a very small volume at the center. കാരണം നമുക്കറിയാം ഈ പോസിറ്റീവും തമ്മിൽ എന്തുണ്ടാവും, റിപ്പൾഷൻ ഉണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇതാണ് ആ ഗോൾഡ് ഫോയിലിനെ ഞാനൊന്ന് സൂം ചെയ്യുക. ഗോൾഡ് ഫോയിലിനെ സൂം ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വരച്ച് കാണിച്ചായിരുന്നു. ഇവിടെ ഒരു ഗോൾഡ് ആറ്റം കാണും ഇല്ലേ, കുറേ ഷെല്ലുകൾ കാണും. ഇവിടെ ഒരു ഗോൾഡ് ആറ്റം കാണും, ഇവിടെ കുറേ ഷെല്ലുകൾ കാണും. ഇവിടെ ഗോൾഡ് ആറ്റം, കുറേ ഷെല്ലുകൾ. 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 ഇതിൽ ന്യൂക്ലിയസ് എവിടെയാണ് ശരിക്കും ഇരിക്കുന്നത്? ന്യൂക്ലിയസ് ദണ്ട് ഇവിടെ ആയിരിക്കുന്നത്, ശരിയല്ലേ? ന്യൂക്ലിയസ് ദണ്ട് ഈ ഭാഗത്തായിരിക്കുന്നത് ആണോ? ന്യൂക്ലിയസ് ദണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. അതായത് ബാക്കി എല്ലായിടത്തൂടെയും പോകുന്ന ആൽഫ റേസ് എന്ത് ചെയ്യുന്നറിയോ? ബാക്കി എല്ലായിടത്തൂടെയും പോകുന്ന ആൽഫ റേസ് ദണ്ട് ഇങ്ങനെ കടന്ന് ഇതുവഴി പോകുന്നത് ഇതുവഴി കടന്ന് ഇപ്പുറത്ത് പോകും, ഇങ്ങനെ പോകുന്നത് ഇതുവഴി കടന്ന് ഇപ്പുറത്ത് പോകും. പക്ഷേ ഈ റെഡിന് നേരെ വരുന്നവർ, അതായത് ആൽഫ പാർട്ടിക്കിളും പോസിറ്റീവ് ചാർജാണ്, ന്യൂക്ലിയസിനും പോസിറ്റീവ് ചാർജാണ്. കണ്ടോ, ഇതിവിടെ നേരെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇതേ തക്ക് തന്നെ ഇങ്ങോട്ടും, അല്ലെങ്കിൽ കണ്ടോ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടും. അടുത്ത് വരുന്നതിന് മുമ്പ് റിപ്പൾഷൻ ഉണ്ടാവും, പോസിറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പം അതെല്ലായിടത്തും ഇല്ല, ന്യൂക്ലിയസ് വളരെ ചെറിയ ഏരിയയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് സൈഡിലോട്ടും നേരെയായിട്ടും വരുന്ന മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ ഒരു എന്താണ് കൺക്ലൂഷൻ കൂടെ ഉണ്ട്. മൂന്നാമത്തേത് a small fraction of alpha particle bounce back indicating the nucleus is dense and strong. Also,
വോളിയം ഒക്കുപ്പൈഡ് by the nucleus is very small compared to volume occupied by the atom. Radius of atom പറയുന്നത് radius ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 10⁻⁻10 മീറ്ററും റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് 10⁻15 മീറ്ററുമായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് എഴുതേണ്ടത് ഇതൊരു ആ മോഡലിനെ പറ്റി എഴുതിയില്ല നമ്മൾ, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിനെ പറ്റി എഴുതിയുള്ളൂ. അപ്പം ഓൺ ദ ബേസിസ് ഓഫ് above observation and conclusions, Rutherford proposed planetary model of atom. ഈ മോഡലിന് പ്ലാനറ്ററി മോഡൽ എന്നും പറയും. മോഡൽ ഓഫ് ആറ്റം. ആൽഫ പാർട്ടിക്കിൾസ് ചൂടാവും, കൈക്കൂടെ കടന്നു പോകത്തില്ല, ചൂടാവും. കൈക്കൂടെ കടന്നു പോകാൻ നമ്മൾ സമ്മതിക്കില്ല, അതിന് മുമ്പ് ചൂടാവും. ഗാമാ റേസ് ഒക്കെ ആണെങ്കിൽ കടന്നു പോകും. ഗാമാ റേ എക്സ്റേ ഒക്കെ ഈ ഭിത്തിയെ കൂടെ ഒക്കെ കടന്നു പോകും. നമുക്ക് 7 ടൈപ്പ് റേഡിയേഷനാണ് ഉള്ളത്. അതായത് ഗാമാ റേ, എക്സ്റേ, യു വി റേ, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്. ഓക്കെ, ഈ ഈ ആൽഫ പാർട്ടികളെല്ലാം ഈ സംഭവങ്ങളെല്ലാം റേഡിയോ ആക്റ്റീവാണ്. അതിൽ ഈ വിസിബിൾ ഇത് മാത്രമേ ഉള്ളൂ സൂര്യനിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്ന നമുക്ക്, അതായത് ഇപ്പം വിസിബിൾ ലൈറ്റ് ഇത് ഇവിടെ വരുന്നത്. ബാക്കിയുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള, എന്നാൽ ഈ റേസ് അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാ റേ ഒക്കെ ഹൈ ഫ്രീക്വൻസിയുള്ള ഹൈ എനർജിയുള്ള റേസാണ്. ഇൻഫ്രാറെഡും അതേപോലെ തന്നെ ഹാംഫുള്ളാണ്. ഇതിന് ഓരോ പർപ്പസ് ഉണ്ട്. നമ്മുടെ ഈ ടി വിയുടെയും അതേപോലെ തന്നെ നമുക്കിപ്പം അമേരിക്കയിൽ നടക്കുന്നൊരു പരിപാടി ഇവിടെ നിന്ന് ലൈവ് കാണാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതായത് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് ഒക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. വീട്ടിൽ കുക്ക് ചെയ്യാൻ ഇത് മൈക്രോവേവ്, റേഡിയോ വേവ് ആണ്. ഓക്കെ, വീട്ടിൽ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്രോവേവ് ഓവൻ എന്ന് പറയുന്നത് എന്താണ്? അത് മൈക്രോവേവ് ഓവൻ വെച്ചിട്ടാണ്, വേവ് വെച്ചിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതേപോലെ അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നും വരുന്ന ഹാംഫുൾ കിരണങ്ങളാണ്. വാട്ടർ പ്യൂരിഫയറിനകത്തും ഒക്കെ ഈ UV വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും, ബാക്ടീരിയാസിനെയൊക്കെ ട്രീറ്റ് ചെയ്യും. എക്സ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ ഒടിയുമ്പം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ എല്ലൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയേഷൻ കടത്തിവിടും. റേഡിയേഷൻ ചുമ്മാ അങ്ങ് ക്രമാതീതമായിട്ട് കടത്തിവിടുമല്ല, കൺട്രോൾഡ് റേഡിയേഷൻ കടത്തിവിടും. അങ്ങനെയാണ് കാണുന്നത്. കേടാ, ശരിക്കും ശരീരത്തിന് കേടാ എക്സ്റേ ഒക്കെ എടുക്കുന്നത്. അപ്പം പിന്നെ ഗാമാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുളച്ച് കയറും, ഭിത്തിയെ വരെ തുളച്ച് കയറും. ഭിത്തിയെ കൂടെ കയറി അപ്പുറത്ത് ഇറങ്ങിപ്പോവും ലൈറ്റ്. അത്രയ്ക്ക് പവർഫുള്ളാണ്. അത്രയും കരിഞ്ഞൊന്നും പോകത്തില്ല, അത് കയറി അതിൻ്റെ ഭിത്തി അങ്ങനെ കരിയും, അത് കയറി. ഇപ്പോൾ ആ സിമെൻറ്റ് ബ്രിക്കലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതുവഴി കയറി അപ്പുറത്ത് ഇറങ്ങിപ്പോവും. കട്ട് ചെയ്യാൻ പറ്റും. ഗ്യാസ് വെൽഡിങ്ങിനകത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും.
എന്തുവാ? ഇപ്പോൾ ഇരുമ്പേലൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ ഇരുമ്പ് മുറിച്ചൊക്കെ എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതിനകത്ത് ഒരാളുടെ കണ്ണിങ്ങനെ ഈ റേഡിയേഷൻ വെച്ചിട്ട് കളഞ്ഞു പോകും, അങ്ങനെ അടന്നു പോകും. അത് പിന്നെ പറയാം. ഓക്കെ, അത് പിന്നെ ഒരിക്കൽ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. അത് ഇപ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്, വേവ്സിനെ പറ്റി പഠിക്കാനുണ്ട്. ആ സമയത്തേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം എന്താ എഴുതുക? അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, അക്കോർഡിംഗ് ടു ദിസ് മോഡൽ. ഒന്നാമത്തെ എഴുതിക്കോ. ഒന്നാമത്തേത് all the positive charge and most of the mass of atom are concentrated in an extremely small region, extremely small region called nucleus. 2. Electrons are revolving around the nucleus with a very high speed, in circular path called orbits. 3ാമത്തെ കൺസെപ്റ്റ്, electrons and nucleus are held together by electrostatic force of attraction. അതായത് തോംസൺ മോഡൽ വെച്ചിട്ട് പറഞ്ഞ എന്താ, ആറ്റം അതായത് ആറ്റത്തിൻ്റെ മാസ് ഫുള്ള് എൻറ്റയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം മനസ്സിലായി എല്ലാ പോസിറ്റീവ് ചാർജും ആറ്റത്തിൻ്റെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ റീജിയനാണ്. ആ റീജിയനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്തേത്, ഇലക്ട്രോൺസ് എന്ത് ചെയ്തിരിക്കുക, ഇതിന് ചുറ്റിനും ഭയങ്കര സ്പീഡിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഹൈ സ്പീഡിലല്ല കറങ്ങുന്നതെന്ന് മനസ്സിലായി പിന്നീട്. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് കറങ്ങുന്നത്, ഹൈ സ്പീഡിലല്ല കറങ്ങുന്നത്, എല്ലാം ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് കറങ്ങുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഇത് ന്യൂക്ലിയസ് ആണ്, ഇതൊരു ഷെല്ലാണ്. ഈ ഷെല്ലിൽ ഇലക്ട്രോൺസ് കറങ്ങുന്നു. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. ഇവർ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ എന്ത് ചെയ്യും, അല്ലേ ഇവിടെ നിന്ന് തെറിച്ചു പോകും. ഇവിടെ നിന്ന് തെറിച്ച് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ടോ ഒക്കെ തെറിച്ചു പോകും. മനസ്സിലായോ? ഭൂമിയും സൂര്യനും തമ്മിലൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പരസ്പരം ഉള്ളതുകൊണ്ടാണ് ഭൂമി അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഡ്രോബാക്ക് എന്താണെന്നറിയാമോ? ഇദ്ദേഹം പറയുന്നത് ഇലക്ട്രോൺ ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഹൈ സ്പീഡിൽ കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയേഷൻ ഇമിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഉദാഹരണം പറയാം, നിങ്ങൾ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓടിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഓടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ക്ഷീണിക്കും അല്ലേ? ക്ഷീണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ഫുൾ ചാർജ്ഡാണ്. ആ ചാർജ് എന്ത് ചെയ്യും, സ്പീഡ് കൂടുന്ന സമയത്ത് ആ ചാർജ് റേഡിയേഷൻസ് പുറത്തോട്ട് എമിറ്റ് ചെയ്യും. അപ്പം നിങ്ങളുടെ എന്ത് ചെയ്യും, നിങ്ങൾ ക്ഷീണിക്കും. നിങ്ങൾ ഒന്ന് ഓർത്താൽ നല്ല റണ്ണിങ് റേസൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ചൂട് അനുഭവപ്പെടും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ദേഹത്തുനിന്ന് പുറത്തോട്ട് ആവി പുറന്തള്ളുന്നുണ്ട്. അത് ശരിക്കും റേഡിയേഷനാണ്. നമ്മുടെ ഹീറ്റ് എനർജി പുറത്തോട്ട് പോകും. അത് ഹീറ്റ് ഒരു റേഡിയേഷനാണ്. മനസ്സിലായോ? അപ്പം ഇലക്ട്രോൺസ് ഹൈ സ്പീഡിൽ കറങ്ങുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ന്യൂക്ലിയസ് ആണ്, ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഇലക്ട്രോൺ ഹൈ സ്പീഡിൽ കറങ്ങുമ്പോഴത്തേക്ക് ഇത് ആക്സിലറേറ്റ് ആയിട്ട് ഈ ഇലക്ട്രോണിൻ്റെ എനർജി എന്ത് ചെയ്യും? കുറഞ്ഞ് വരും ഇല്ലേ? ഇലക്ട്രോൺ ക്ഷീണിച്ച് ലാസ്റ്റ് എന്ത് ചെയ്യുന്ന അറിയാമോ? ക്ഷീണിച്ച് വന്ന് ഈ ന്യൂക്ലിയസിനകത്ത് വന്ന് വീഴും. ഈ പുള്ളിയുടെ തിയറി വെച്ചിട്ട് സർക്കുലർ പാത്തിലൊക്കെയാണ് കറങ്ങുന്നത്, പക്ഷേ ഇലക്ട്രോൺ നല്ല സ്പീഡിലാണ് കറങ്ങുന്നത് കൊണ്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ലാസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യും? ഇതിനകത്ത് തന്നെ വീഴുമെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ശരിക്കും ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനകത്ത് വന്ന് വീഴുന്നുണ്ടോ? ഇല്ല, ആറ്റം സ്റ്റേബിളാണ്. പക്ഷേ പുള്ളിയുടെ കൺസെപ്റ്റ് വെച്ചിട്ട് ആറ്റം സ്റ്റേബിൾ അല്ല എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് സ്റ്റെബിലിറ്റിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഡ്രോബാക്ക്. ക്ലിയർ ആണല്ലോ? ഇത് കണ്ടുപിടിച്ചത് മാക്സ്വെൽ എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ് കേട്ടോ. ഏതൊരു ചാർജ് പാർട്ടിക്കിളും ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും? അതിൻ്റെ മൂവ്മെൻറ്റ് നിൽക്കും. ലാസ്റ്റ് നമ്മൾ ഓട്ട മത്സരത്തിന് ഓടി നമ്മൾ ക്ഷീണിച്ച് എവിടെയെങ്കിലും വീഴുന്ന പോലെ തന്നെ. മനസ്സിലായോ? അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. ആറ്റം സ്റ്റേബിൾ അല്ല. പക്ഷേ തോംസൺ ആറ്റം സ്റ്റേബിൾ ആണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. ന്യൂട്രാലിറ്റി ഒക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇദ്ദേഹം അതിനുള്ളൊരു കൺസെപ്റ്റ് ഒരുക്കിയില്ല. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഡ്രോബാക്ക്. അപ്പോൾ ഡ്രോബാക്ക് ഒന്നും കൂടെ എഴുതാം. ഡ്രോബാക്ക് എഴുതിക്കോ. ഡ്രോബാക്സ് എന്ന് എഴുതിയാൽ ഡ്രോബാക്ക് ഒന്നും എഴുതിക്കോ. He could not explain the stability of atom. രണ്ടാമത്തേത്, he cannot explain the electronic structure of atom. Electronic structure of atom. ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്നറിയോ? പുള്ളി പറയുന്നത് ഇതിന് ചുറ്റിനും കറങ്ങുമെന്നാണ് പറയുന്നത്. സർക്കുലാർ പാത്തിൽ കറങ്ങുമെന്നാണ് പറയുന്നത്. പക്ഷേ സർക്കുലാർ കണ്ടോ, ഇതും സർക്കുലാർ പാത്താണ്. ഈ സ്പൈറലും സർക്കുലാർ പാത്ത് തന്നെയാണ്. മനസ്സിലായോ? പുള്ളി ഉദ്ദേശിച്ചത് ഇതാണ്. ശരിക്കും ഇങ്ങനെയാണ് ഇലക്ട്രോൺ കറങ്ങുന്നത്? അല്ല, ഇലക്ട്രോൺ കറങ്ങുന്നത് ഒരു ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ അടുത്ത ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ അടുത്ത ഇലക്ട്രോൺ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച ആൾ ബോർ മോഡൽ ഓഫ് ആറ്റം. അതടുത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ഇത്രയും ക്ലിയർ ആണോ എന്ന് നോക്കി. ക്ലിയർ ആണോ? ഏതാ? അതിപ്പം ഹെയ്സൻബർഗും ഷ്രോഡിംഗറും. ഹെയ്സൻബർഗ് ആൻഡ് ഷ്രോഡിംഗർ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ലാസ്റ്റ് നമ്മളിപ്പോൾ പഠിക്കുന്ന ലാസ്റ്റായിട്ട് പഠിക്കുന്ന മോഡൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഇത് ഇത്രയും ക്ലിയർ ആണോ എന്നൊന്ന് പറയാമോ? കുഞ്ഞുങ്ങളെവിടെ ഭയങ്കര പെരുമഴയാണ്. നെറ്റ്വർക്കൊക്കെ എന്തെങ്കിലും കട്ടായി പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക കേട്ടോ. എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എന്നോട് പറയുക, ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞോ മോനെ. ഈ ആൽഫ പാർട്ടിക്കിൾസ് ഇപ്പം ഗോൾഡ് ഫോയിലിൽ നിന്ന് എന്തുവാ പാസ് ത്രൂ ചെയ്യുവാണെങ്കിൽ ഇലക്ട്രോൺസ് അട്രാക്ട് ചെയ്യല്ലേ ആൽഫ പാർട്ടിക്കിൾസിന്? ഇലക്ട്രോൺസിന് ഉള്ള എന്താണ് പവറിനെക്കാട്ടിലും ഇലക്ട്രോൺസിന് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഹൈ എനർജി ആയിട്ടുള്ള പാർട്ടിക്കിളാണ് ആൽഫ പാർട്ടിക്കിൾ. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രോണിലോട്ടൊന്നും പോയിട്ട് അതിന് ഇലക്ട്രോണെ വേണമെങ്കിൽ ഇടിച്ച് തോട്ടിക്കളയാൻ പറ്റും. മനസ്സിലായോ? ഈ ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ചെയ്യുമ്പം എല്ലാ ആൽഫ പാർട്ടിക്കിൾ അല്ലല്ലോ പാസ് ത്രൂ ചെയ്യുന്നത്. എല്ലാ കുറച്ച് അട്രാക്ട് ചെയ്ത് അവിടെ നിൽക്കുമല്ലോ. എവിടെ അട്രാക്ട് ചെയ്ത് നിൽക്കുമെന്ന് മീൻസ് ഇലക്ട്രോൺസ് മീൻസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുമല്ലോ അട്രാക്ട് ചെയ്ത്. ഇലക്ട്രോൺസ് സ്റ്റോപ്പ് ചെയ്യും. ഞാനതല്ലേ പറഞ്ഞത്. അതായത് ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഹൈ എനർജി ആയിട്ടുള്ളൊരു പാർട്ടിക്കിളാണ്, ചാർജ് പാർട്ടിക്കിളാണ്.
അപ്പം അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് എപ്പോഴും നമ്മൾ ഒരൊറ്റ ഹൈഡ്രജൻ ആറ്റത്തിനെ വെച്ചിട്ടാണ് ആദ്യം ഈ പഠനങ്ങളെല്ലാം നടത്തിയത്. ഏതാ? ഹൈഡ്രജൻ ആറ്റത്തിനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ എന്താണ്, ഞാനിപ്പോൾ ഗോൾഡ് ഫോയിലിലേക്ക് വരാം, ഞാൻ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന് ചുറ്റിനും എന്തുണ്ട്? ഹൈഡ്രജൻ ആറ്റത്തിന് ചുറ്റിനും ഒരു ഷെല്ലും അവിടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ. ഇനിയും ഈ ഇലക്ട്രോൺ ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഇലക്ട്രോണിൻ്റെ അടുത്തുകൂടെ ഒരു ആൽഫ പാർട്ടിക്കിൾ പോവുകയാണെങ്കിൽ ഇത് അട്രാക്റ്റ് ചെയ്യപ്പെടുമെന്നാണ് മോൻ്റെ ചോദ്യം അല്ലേ? ഓക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വരുന്ന ആൽഫ പാർട്ടിക്കിൾ ഹൈ എനർജി ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ ആണോ? ആണ്. അപ്പം ഈ ഇലക്ട്രോൺ ഇവിടെ വന്ന് അട്രാക്ട് ചെയ്തിരിക്കാനോ അല്ലെങ്കിൽ ഈ ആൽഫ പാർട്ടിക്കിളിന് ഈ ഇലക്ട്രോണിലോട്ട് ചെന്ന് അട്രാക്ട് ചെയ്തിരിക്കാനോ പറ്റത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വരുമ്പം ഇതേ തട്ടിയിട്ട് അതിനേക്കാട്ടിലും എനർജിയിലാണ് അത് പോകുന്നത്, അതിങ്ങനെ അങ്ങ് പോകും. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഒരു മാഗ്നറ്റ് ഇരിക്കുകയാണ്, നോക്കിക്കോണേ. ഇവിടെ ഒരു മാഗ്നറ്റ് ഇരിക്കുകയാണ്, ഇവിടെ ഒരു ഇരുമ്പ് ഇരിക്കുകയാണ്, ഇവിടെ ഒരു അയൺ ഇരിക്കുകയാണ്, ഇവിടെ ഒരു മാഗ്നറ്റ് ഇരിക്കുകയാണ്. ഈ മാഗ്നറ്റിൻ്റെ വാല്യൂ 2 ടെസ്ലയാണ്. ഇവിടെ വേറൊരു മാഗ്നറ്റ് ഇരിക്കുകയാണ്, ഈ മാഗ്നറ്റിൻ്റെ ടെസ്ല എന്ന് പറയുന്നത് 0.5 ടെസ്ലയാണ്. ഇവനും ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇവനും ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യത്തില്ലേ? ചെയ്യുമോ? ചെയ്യും. പക്ഷേ ഇതെങ്ങോട്ടാണ് പോകുന്നത്? 2 ടെസ്ല ആണോ? 2 ടെസ്ലയുടെ അടുത്തല്ലേ? അപ്പം ഇവൻ അട്രാക്ട് ചെയ്യുന്നില്ലേ, ഇവൻ ഇങ്ങോട്ടേക്ക് പിടിക്കത്തില്ലേ എന്നൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അട്രാക്ഷൻ ഉണ്ട്, പക്ഷേ അതിനേക്കാട്ടിലും ഓവർകം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്പീഡാണ് അതിനകത്തെ കാര്യം. അത് ഹൈ സ്പീഡിലാണ് വരുന്നത്. അത് അവിടെ അട്രാക്ഷൻ അല്ല, അവരുടെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് ആയിരിക്കും അതുവഴി പോകുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഗോൾഡ് ഫോയിലിനകത്ത് ഒരു ഇലക്ട്രോൺ അല്ല. ഗോൾഡ് എന്ന് പറയുമ്പോൾ ഏകദേശം പീരിയോഡിക് ടേബിളിൻ്റെ നടുക്ക് വരുന്ന ഒരു ഡിബ്ലോക്ക് വരുന്ന ഒരു എലമെൻറ്റാണ്. അപ്പം അവിടെ ഒത്തിരി ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ സ്പീഡാണ്. ഹൈ എനർജി ആയിട്ടുള്ള ഒരു ആൽഫ പാർട്ടിക്കിൾ വരുന്ന സമയത്ത് ആ ഇലക്ട്രോണുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയൊക്കെ ഓവർകം ചെയ്തിരുന്ന രീതിയിലായിരിക്കും അതുവഴി കടന്നു പോകുന്നത്. ഇത് എക്സ്പെരിമെൻ്റ് ആണല്ലോ. അപ്പോൾ കടന്നു പോയത് കൊണ്ടാണല്ലോ അവിടെ അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായതാണോ? അപ്പോൾ അവിടെ അട്രാക്ട് ചെയ്ത് പിടിച്ചില്ല എന്നാണല്ലോ അതിനർത്ഥം. ശരിയല്ലേ? ആണ്. അപ്പം അട്രാക്ട് ചെയ്യായിരുന്നു. അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് സ്പീഡ് ഉണ്ടായിരുന്നു ആൽഫ പാർട്ടിക്കിളിന്. സ്പീഡും ഉണ്ട്, ഹൈ എനർജിയും ഉണ്ട്. അവരുടെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 0.5 ടെസ്ല അതിനെ അട്രാക്ട് ചെയ്യുന്ന എനർജിനെക്കാട്ടിലും കൂടുതലായിരിക്കും 2 ടെസ്ല അതിനെ അട്രാക്ട് ചെയ്യുന്നത്. ആണോ? അതേപോലെ തന്നെ ആൽഫ പാർട്ടിക്കിൾ ഹൈ എനർജിയുള്ള ആൽഫ പാർട്ടിക്കിൾ ആണെന്ന് നമ്മൾ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ടോ? ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾ ആണോ അതോ വെറും ആൽഫ പാർട്ടിക്കിൾ ആണോ എഴുതിയിരിക്കുന്നത്? ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ആ ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ അതുവഴി കടന്നു പോയത്. ഓക്കെ. ഇവിടെ നോക്കിക്കോളൂ. അടുത്തത്. ഓക്കെ. ഇനി അടുത്ത ശരിക്കും പറഞ്ഞാൽ ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്ന ആറ്റം മോഡലാണ്. പക്ഷേ ബോർ ആറ്റോമിക് മോഡൽ ഞാൻ പറഞ്ഞില്ലേ തിയറിയാണ് ഇതിനകത്ത് കേട്ടോ. ഇതിനകത്ത് ഫുൾ തിയറിയാണ്. ഇനി ഒരു കുറേ കാര്യങ്ങൾ തിയറി പറയാനുണ്ട്. അപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റം ഡിസൈൻ ചെയ്യാനായിട്ടുള്ള കാരണം 2 കാരണമാണ്. എന്താണെന്നറിയോ? അതായത് ബോറിന് മുമ്പ് കുറേ സയൻറ്റിസ്റ്റുകൾ ലൈറ്റിൻ്റെ 2 സ്വഭാവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് കുറേ ആൾക്കാർ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞ കുറേ കൺസെപ്റ്റ് കണ്ടുപിടിച്ചു. കുറേ ആൾക്കാർ വേവ് നേച്ചറിനെ പറ്റി, ലൈറ്റിൻ്റെ വേവ് നേച്ചറിനെ പറ്റി കണ്ടുപിടിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന ലൈറ്റ് ഒരു റേഡിയേഷനാണ്. ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഈ ട്യൂബിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒരു റേഡിയേഷനാണ്. ഹാംഫുൾ റേഡിയേഷൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. റേഡിയേഷൻ നമ്മൾ ഓടുന്ന സമയത്ത് നമ്മുടെ എനർജിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന റേഡിയേഷനാണ്. അത് ഹാംഫുൾ റേഡിയേഷൻ അല്ല, റേഡിയേഷനാണ്. മനസ്സിലായി? പുറത്തോട്ട് റേഡിയേറ്റ് ചെയ്യുന്നു, റേഡിയേഷൻ. ഓക്കെ. അപ്പം സിമ്പിളി സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റേഡിയേഷനാണ്, വിസിബിൾ സ്പെക്ട്രം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ലൈറ്റ് മീൻസ് റേഡിയേഷനെ നമുക്ക് റേഡിയേഷൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് വിസിബിൾ ലൈറ്റിനെ എടുക്കാം.
ഈ ലൈറ്റിന് 2 സ്വഭാവം പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്നാണ് കുറേ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചത്. ആ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോർ മോഡൽ ഓഫ് ആറ്റം ഡിസൈൻ ചെയ്തതെന്നാണ് നമുക്ക് ഹിസ്റ്ററി പറയുന്നത്. ഹിസ്റ്ററി മീൻസ് ഈ കെമിസ്ട്രിയുടെ ഹിസ്റ്ററിയാണ് കേട്ടോ. അപ്പം കുറേ സയൻറ്റിസ്റ്റ് പറഞ്ഞു ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറാണുള്ളത്. ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ട് ലൈറ്റ് ഒത്തിരി സ്വഭാവം കാണിക്കുന്നു. ആ സ്വഭാവത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. കുറേ ആൾക്കാർ പറഞ്ഞു അല്ല, ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറല്ല, ലൈറ്റിന് വേവ് നേച്ചറാണുള്ളത്. അപ്പം വേവ് നേച്ചർ വെച്ചിട്ട് കുറേ എക്സ്പെരിമെൻറ്റുകൾ അവർ ചെയ്തിട്ട് അത് പ്രൂഫായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. പക്ഷേ ഫൈനലി ഇത് രണ്ടും ലൈറ്റ് മീൻസ് റേഡിയേഷന് പാർട്ടിക്കിൾ നേച്ചറുമുണ്ട്, അതേപോലെ തന്നെ വേവ് നേച്ചറും ഉണ്ടെന്നുള്ളത് പിന്നീട് എന്ത് ചെയ്തു, ഫൈനലൈസ് ചെയ്തു. 2 നേച്ചറുണ്ട്, വേവ് നേച്ചറുണ്ട്, പാർട്ടിക്കിൾ നേച്ചറുണ്ട്. അതിനെ നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ എന്നാണ് പറയുക, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ. അതേപോലെ തന്നെ മാറ്ററില്ലേ, ഏതൊരു മാറ്റർ ആണെങ്കിലും അതിനും ഡ്യുവൽ നേച്ചറുണ്ട്. മാറ്ററിനും വേവ് നേച്ചറും ഉണ്ട്, മാറ്ററിനും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞത് നോക്കിക്കോളൂ, നമ്മളിപ്പം ഇത് എഴുതല്ലേ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. ഡ്യുവൽ നേച്ചറിനെ പറ്റിയാണ് പറയുന്നത്. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷനെ പറ്റിയാണ് പറയുന്നത്. ഡ്യുവൽ നേച്ചർ ഓഫ് എഴുതരുത്, ഞാൻ പറയാം, കൺസെപ്റ്റ് മനസ്സിലാക്കി തരികയാണ്. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ റേഡിയേഷന് നമുക്ക് എക്സാമ്പിൾ ലൈറ്റായിട്ട് എടുക്കാം. നമ്മൾ കാണുന്ന ലൈറ്റ്, ഈ ലൈറ്റിന് 2 നേച്ചർ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് വേവ് നേച്ചറുമുണ്ട്, പാർട്ടിക്കിൾ നേച്ചറുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും. വേവ് നേച്ചർ വെച്ചിട്ട് കുറേ പ്രോസസ്സുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷന്, അതേപോലെ തന്നെ പോളറൈസേഷൻ. അതൊന്നും ഈ വർഷം പഠിക്കാനില്ല, ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യം, ലൈറ്റിന് ഡ്യുവൽ നേച്ചറുണ്ട്. അതായത് ലൈറ്റ് വേവ് ആയിട്ട് ബിഹേവ് ചെയ്യും, പാർട്ടിക്കിളായിട്ട് ബിഹേവ് ചെയ്യും. വേവ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ലൈറ്റിന് 3 ഫിനോമിനോൺസ് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടെന്ന്. പാർട്ടിക്കിൾ നേച്ചർ ആണെങ്കിൽ ലൈറ്റിന് അത് നമുക്കൊരു 3-4 പഠിക്കാനുണ്ട്. അതിൽ 2 മെയിനായിട്ട് പഠിക്കാനുണ്ട്. ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ബ്ലാക്ക് ബോഡി റേഡിയേഷനും. ഈ 2 കാര്യങ്ങൾ പഠിക്കുന്ന സമയത്തും ലൈറ്റ് പാർട്ടിക്കിളായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഈ 2 കണ്ടുപിടുത്തങ്ങളാണ് പിന്നീട് ബോർ മോഡലിലേക്ക് എന്ത് ചെയ്തത്, വഴി തെളിയിച്ചത്. ഓക്കെ ആണല്ലോ, അത് എല്ലാം തിയറിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവാം. നല്ല ബുദ്ധിമുട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗങ്ങളൊക്കെ. പക്ഷേ പ്രോസസ്സുകളൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നോട്ട്സിലേക്ക് പോകാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഹെഡിങ് എഴുതിക്കോ. ഡെവലപ്മെൻറ്റ് ലീഡിങ് ടു ബോർ മോഡൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്. ഒരു സെക്കൻഡ്. അല്ല, എഴുതിക്കോ, ഇനിയും വെട്ടണ്ട. ഡെവലപ്മെൻറ്റ് ലീഡിങ് ടു ബോർ മോഡൽ ഓഫ് ആറ്റം. എന്നിട്ട് സബ് ഹെഡിങ് ആയിട്ട് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ.
വീണ്ടും ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക, വീണ്ടും ഒരു ഡോട്ട് എഴുതുക. വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അതായത് ഏതൊരു ചാർജ് പാർട്ടിക്കിളിനെയും നമ്മൾ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മളെ ഓടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എനർജി റേഡിയേറ്റ് ചെയ്യും. ആണോ? ആണ്. ഓക്കെ ആണല്ലോ. അപ്പം അതേപോലെ തന്നെയാണ് ഏതൊരു ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ചാൽ, അതായത് ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സ്പീഡ് കൂട്ടിയാൽ മതി. ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻ എന്ത് ചെയ്യും? റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗാമ റേ, എക്സ് റേ, യു വി റേ, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് ലൈറ്റ്, എന്താണ് മൈക്രോവേവ്, റേഡിയോ വേവ്സ്. ഇത്രയും റേഡിയേഷൻസ് ഉള്ളത് എന്താണ്? ഈ ഇത്രയും റേഡിയേഷൻസിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അതിൽ വിസിബിൾ ലൈറ്റ്, അതായത് നമ്മൾ ഇന്ന് കാണുന്ന സൺലൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഈ ട്യൂബിൻ്റെ ലൈറ്റോ എല്ലാം ഈ വിസിബിൾ ലൈറ്റ് റേഡിയേഷനകത്ത് പെടുന്നതാണ്. ഓക്കെ. അപ്പം ഇപ്പം ഇവർക്ക് വേവ് നേച്ചർ, കാരണം ലൈറ്റൊക്കെ ശരിക്കും സഞ്ചരിക്കുന്നത് ഒരു വേവ്, കടലിലെ തിരമാല സഞ്ചരിക്കുന്ന പോലാണ് ലൈറ്റ് വേവ് സഞ്ചരിക്കുന്നത്. നമ്മളതിനെ ഒരു സിംഗിൾ റേ ആയിട്ട് എടുത്തിട്ടാണ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചത്. പക്ഷേ അതൊരു വേവ് ആയിട്ടാണ് വരുന്നതെന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മുടെ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പറയുന്നത്. അപ്പം എഴുതുക, ഇതിൻ്റെ താഴോട്ട് എഴുതുക, ഒരു ഡോട്ട് ഇടാം. ജെയിംസ് മാക്സ്വെൽ suggested that when a charge particle is accelerated, alternate electric and magnetic field are produced and transmitted. These waves are transmitted in the form of wave and is called as electromagnetic waves or electromagnetic radiation. Magnetic radiations. These radiations are associated with electric and magnetic field. Electric and magnetic field. Magnetic field. അതായത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് വേവ്സും മാഗ്നറ്റിക് വേവ്സും ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. എക്സാമ്പിൾ ലൈറ്റ് എന്നും കൂടെ എഴുതിയിട്ട് നിർത്താം. എക്സാമ്പിൾ ലൈറ്റ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ജെയിംസ് മാക്സ്വെൽ പറഞ്ഞു എന്താണ്, ഒരു ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
ആ റേഡിയേഷനകത്ത് ഇലക്ട്രിക് ഫീൽഡും കാണും മാഗ്നറ്റിക് ഫീൽഡും കാണും. അതായത് ഇലക്ട്രിക് വേവ്സും കാണും മാഗ്നറ്റിക് വേവ്സും കാണും. ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാകുന്നത്. ആ വേവ്സിന് ഓരോ വേവ്സിനും ഓരോ ഫ്രീക്വൻസിയും നമുക്കറിയാം. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണ് സ്പെക്ട്രം പഠിച്ചപ്പോൾ 7 കളറിന് 7 ഫ്രീക്വൻസിയും 7 വേവ് ലെങ്തും ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എല്ലാ വേവ്സിനും ഓരോ ഫ്രീക്വൻസിയും ഓരോ വേവ് ലെങ്തുമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അങ്ങനെയാണ് നമുക്ക് ഗാമ, എക്സ്റേ, യു വി റേ, വിസിബിള്, അൾട്രാ വയലറ്റ്, അതേപോലെ തന്നെ എന്താ ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. ഓക്കെ, ഇവരെല്ലാം പൊതുവെ വിളിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അഥവാ റേഡിയേഷൻസ് എന്നാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊണ്ട് ഇന്നത്തെ ക്ലാസ് അങ്ങനെ നിർത്താം. ഓക്കെ, അടുത്ത ക്ലാസ് മുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇച്ചിരി തിയറിയാണ്, ഇച്ചിരി പാടാണ് കേട്ടോ. ഇങ്ങനെ നിർത്താം.